വിജയകുമാറും തുടരുന്നുണ്ട്. വിജയകുമാർ, ഇപ്പോൾ ഈ കര കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ഈ കേരളത്തെ കഴിഞ്ഞ ദിവസം പഴിച്ചത് എന്തിന് എന്ന ചോദ്യം വരുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ ഒരാൾ പറഞ്ഞു അവിടെ അർജുൻ ഉണ്ടാകാം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവിടം കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇന്നലെ കാർവാർ MLA പറയുന്നുണ്ടായിരുന്നു അർജുനു വേണ്ടി മാത്രമല്ല തിരച്ചിലുള്ളത്, അർജുൻ നമ്മുടെ സഹോദരനാണ്, അതുപോലെ തന്നെ അവിടെ നഷ്ടപ്പെട്ട കർണാടകക്കാരായ നാട്ടുകാരുണ്ട്, ഈ ലക്ഷ്മൺ നായിക്ക് അദ്ദേഹത്തിൻ്റെ ബന്ധുവായിട്ടുള്ള ജഗന്നാഥ്. അപ്പോൾ ഇവരൊക്കെ അവിടെ ഈ കട നടത്തുന്നവരാണ്, ആ ഭാഗത്ത് അവർ അപകടം ദുരന്തം നേരിട്ടവരുമാണ്. അങ്ങനെ വരുമ്പോൾ ഇനി ഈ പറയുന്ന വെള്ളത്തിൽ ഉള്ള പരിശോധന നടക്കുമ്പോൾ സമാന്തരമായി കരയിൽ ഈ ലക്ഷ്മൺ നായിക്കിൻ്റെയും ജഗന്നാഥിനെയൊക്കെയുള്ള തിരച്ചിൽ നടക്കേണ്ടതാണ്. ആ ഭാഗത്തേക്കും ഉപേക്ഷ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയല്ലേ ഇപ്പോൾ ഈ വൈകി വന്ന ഈ കര കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ നിന്ന് വ്യക്തമാകുന്നത്? വേണു, ഈ തെരച്ചിലിന്റെ രക്ഷാദൗത്യത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ, അതായത് ഈ അപകടമുണ്ടായതിന്റെ ആദ്യ ദിവസങ്ങളിൽ അവിടേക്ക് കാര്യമായ മനുഷ്യ ശ്രദ്ധ ഉണ്ടായില്ല എന്നതൊരു വസ്തുതയാണ്. അതിപ്പോൾ കർണാടക എത്ര വിശദീകരിച്ചാലും അക്കാര്യത്തിൽ ഒരു അലംഭാവം ഉണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. കർണാടക ഹൈക്കോടതിയിൽ കൊടുത്ത അർജുൻ്റെ കേസിൽ, അപ്പോൾ അർജുന് വേണ്ടി കോടതിയിൽ രക്ഷാദൗത്യത്തിൻ്റെ കാര്യത്തിൽ കോടതിയിൽ പോയപ്പോൾ കർണാടക സർക്കാർ അതിൽ കൊടുത്ത ഒരു അഫിഡവിറ്റിൽ 19-ാം തീയതി പരാതി ലഭിച്ചു, 20-ാം തീയതി മുതൽ തെരച്ചിൽ തുടങ്ങി എന്നാണ് പറയുന്നത്. സാങ്കേതികമായി അത്തരം ഒരു പരാതി ലഭിച്ചാൽ പിറ്റേന്ന് അതിൻ്റെ തുടർ നടപടിയിലേക്ക് പോയി എന്ന് അവിടുത്തെ രക്ഷാപ്രവർത്തകർക്ക് പറയാമെങ്കിലും യഥാർത്ഥത്തിൽ വലിയ വാർത്തയായി കേരളത്തിൽ അത് ചർച്ചയാവുകയും ഇവിടെ നിന്ന് വലിയ രാഷ്ട്രീയ സമ്മർദ്ദം അവിടെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തപ്പോഴാണ് അവിടെ സന്നാഹങ്ങൾ ഒരുക്കിയുള്ള തെരച്ചിൽ തുടങ്ങിയതെന്ന് നമുക്കറിയാം. അതിനു മുമ്പ് തന്നെ അവിടെ കർണാടക സ്വദേശികളെ കാണാതെ പോയിരുന്നു. അവരുടെ പരാതി, അവർ മിസ്സിംഗ് ആണെന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു. തന്നെയുമല്ല, നമുക്കറിയാം അതിൽ അപകടത്തിൽപ്പെട്ട പലരുടെയും മൃതദേഹം ഏതാണ്ട് കടൽ തീരത്തോട് ചേർന്ന് നമ്മൾ പറയുന്ന ഗോകർണം ആ ഭാഗത്തു നിന്നാണ് നാട്ടുകാരിൽ പലരുടെയും മൃതദേഹം കിട്ടിയത്. കഴിഞ്ഞ ദിവസമാണ് ചണ്ണി എന്ന് പറയുന്ന അവിടുത്തെ ഒരു അതിന് അക്കരെ താമസിക്കുന്ന ഒരു സ്ത്രീയുടെ മൃതദേഹം വേറൊരു സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയത്. അപ്പോൾ ആ നിലയിൽ ഒരു തെരച്ചിൽ നടത്തിയ, ഒരു രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളെ പുറത്തെത്തിക്കാൻ ഒരു ശ്രമം ആ ദിവസങ്ങളിൽ ഉണ്ടായില്ല എന്നത് ഒരു വസ്തുതയാണ്. പക്ഷെ പിന്നീട് ഈ വിവരങ്ങൾ പുറത്തറിയുകയും കേരളത്തിൽ നടക്കാൻ വലിയ സമ്മർദ്ദം ഉണ്ടാവുകയും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ അവിടെ ഇടപെടുകയും ഒക്കെ ചെയ്തതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വലിയ മാധ്യമ ശ്രദ്ധ ആ മേഖലയിൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്ത സമയത്താണ് കൂടുതൽ സന്നാഹങ്ങൾ ഒരുക്കി അവിടെ തെരച്ചിൽ നടത്തിയത്. അപ്പോൾ ആ സമയത്ത് ഇവിടുന്ന് പോയ രക്ഷാപ്രവർത്തകരാണ് ഇത് കരയിൽ ആ ലോറി കുടുങ്ങിയിട്ടുണ്ട് എന്ന വിവരം പറഞ്ഞത്. അന്ന് അങ്ങനെ ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നതിന് മുമ്പ് അവിടുത്തെ റവന്യൂ വകുപ്പും അവിടുത്തെ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടവും ലോറി കരയിലില്ല എന്നൊരു നിരീക്ഷണത്തിലേക്ക് എത്തുകയും ലോറി വെള്ളത്തിലാണ് എന്നവർ പറയുകയും ചെയ്തു. ലോറി വെള്ളത്തിലുണ്ട് എന്നത് ഇപ്പോൾ അതിനൊരു 100% സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരെന്ന് പറഞ്ഞതുപോലെ തന്നെ ആ ലോറി ഈ മണ്ണിനോടൊപ്പം, ഈ പാറക്കൂട്ടങ്ങളോടൊപ്പം വെള്ളത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അതിലെ തടി അതിൽ കെട്ടഴിഞ്ഞു പോയെങ്കിൽ എവിടെ എന്ന ചോദ്യമായിരുന്നു പിന്നീടുണ്ടായിരുന്നത്. അതിനൊരു ഉത്തരം കിട്ടി. ആ തടി കെട്ടഴിഞ്ഞു പോയിട്ടുണ്ട്, അത് കുറേ സമീപ ഗ്രാമങ്ങളിൽ വന്നു, കുറേ ഇപ്പോഴും വെള്ളത്തിനടിയിൽ മണ്ണിൽ ഉറച്ചു പോയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ആ രണ്ട് വിഷയങ്ങളിലും ഉത്തരമായിട്ടുണ്ട്. അപ്പോൾ ഈ ലോറി പുഴയിലേക്ക് വീണു എന്ന് പറയുന്നതിൽ അതിലൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമുക്കറിയേണ്ടത് അർജുൻ അതിലുണ്ടായിരുന്നോ അതോ അർജുൻ അതിന് പുറത്തായിരുന്നോ എന്നുള്ളതാണ്. അപ്പോൾ ലോറിയുടെ കാര്യത്തിലാണ് അന്ന് അത് കരയിലല്ല തേടേണ്ടത്, പുഴയിലാണ് തേടേണ്ടതെന്ന് കർണാടക ഒരു നിഗമനത്തിലെത്തുകയും അത് കേരളത്തിൽ നിന്നുള്ളവരെ അറിയിക്കുകയും ഒക്കെ ചെയ്ത് അതിലാണ് ഒരു സ്ഥിരീകരണം അവരിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ മനുഷ്യ സാന്നിധ്യം ഇല്ല എന്നൊരു സൂചന ഇന്നലെ ഒട്ടും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും അത്തരമൊരു സൂചന വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കരയിൽ ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൽ കർണാടക അക്കാര്യത്തിൽ അവർ എടുത്ത നിഗമനം ഈ ലോറി അവിടെ ഇല്ല എന്നത് തന്നെയായിരുന്നു. അതിൽ നിന്ന് അവർക്ക് പിന്നോട്ട് പോകേണ്ടതില്ല, അതിൽ ആളില്ലെന്ന് ഉറപ്പിച്ചാൽ മാത്രമാണ് ഈ കരയിലെ സാധ്യതയിലേക്ക് പോകേണ്ടത്. അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോഴത്തെ പ്രതിസന്ധി. വേണം. ശരി, എസ് വിജയകുമാറും ഷഫീദ് റാവുത്തറും ഹാഷ്മി താജ് ഇബ്രാഹിമാണ് വിവരങ്ങളുമായി ചേർന്നത്. 11-ാം നാൾ ദൗത്യം പുരോഗമിക്കുകയാണ്. പക്ഷേ കര കേന്ദ്രീകരിച്ചുള്ള ദൗത്യം മാത്രമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മോശം കാലാവസ്ഥ കാരണം നേവിയുടെ തിരച്ചിലിൻ്റെ തടസ്സം തുടരുകയുമാണ്. ഇതോടെ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു, അവസാനിക്കുന്നു ഇനി ഇന്ന് സംഭവിച്ചതുമായി അനുജ.